കണ്ണൂർ കൂത്തുപറമ്പ് എം.എൽ.എ. കെ.പി. മോഹനനെ കയ്യേറ്റം ചെയ്ത സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ കരിയാട് തണൽ ഡയാലിസിസ് കേന്ദ്രത്തിലെ മാലിന്യ പ്രശ്നത്തിലാണ് ജനകീയ പ്രതിഷേധം നടന്നത്. അംഗനവാടി ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് പ്രതിഷേധമുണ്ടായത്. കണ്ടുവരാം. തണൽ അഭയ ഡയാലിസിസ് സെന്ററിന്റെ മലിനജലം ഈ തുടങ്ങുന്ന അംഗൻവാടി പരിസരത്താണ് അവർ പൈപ്പിട്ടിട്ട് ഉപേക്ഷിച്ചത്. അങ്ങനത്തെ സ്ഥലത്താണ് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ സ്കൂളിലേക്ക് അവർ അനയിച്ച് കൊണ്ടുവരുന്നത്. അത് നാട്ടുകാരായ ഞങ്ങൾ പരിസരവാസികൾ ഞങ്ങൾക്ക് അറിഞ്ഞ കാര്യം ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരാകൂല. ആയതുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ ഇപ്പം ഇന്ന് തുടങ്ങുന്നതെന്ന് പറയുന്നത് അത് തുടങ്ങുവാൻ ഞാനും കുട്ടികൾ ഒരു കുട്ടി പോലും ഇവിടെ വന്ന് അങ്കണവാടി പ്രാരംഭ വിദ്യാഭ്യാസം ചെയ്യൂല. അങ്ങനെയാണുള്ളത്. കാരണം ഞങ്ങൾക്ക് അറിഞ്ഞൊരു കാര്യം, ഞങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെ ആത്മാവിന് പോലും കേടുവരുത്തുന്ന സംഗതിയാണിത്. ആ ഒരു സംഗതിക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. ആര് കൂട്ടുനിന്നാലും, ഏത് രാഷ്ട്രീയക്കാർ കൂട്ടുനിന്നാലും, കൗൺസിലർമാർ കൂട്ടുനിന്നാലും ഞങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യൂല. കാരണം ജനപ്രതിനിധികളാണ്, അല്ലാണ്ട് ഡയറക്റ്റ് ഗവൺമെന്റ് അംഗീകരിച്ച ആൾക്കാരല്ല. ഇന്ന് ഒരുത്തം വരും, നാളെ വേറൊരുത്തം പോകും. ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വരുന്നവർ കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് നാടോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുകയാണ് വിവരങ്ങളുമായി. നിഖിൽ, വല്ലാതെ പൊറുതിമുട്ടിയ ഒരു ജനത്തിന്റെ പ്രതിഷേധമാണ് കണ്ടത്. പക്ഷേ ഇതിൽ എം.എൽ.എയുടെ സ്റ്റാൻഡ് എന്താണ്? ഇതിന് മുൻപ് എം.എൽ.എ. ഇക്കാര്യത്തിൽ ഇടപെട്ടതൊക്കെ ഏത് രീതിയിലായിരുന്നു? ഇത്രയധികം പ്രകോപനം അത് എം.എൽ.എയോട് ഉണ്ടാകാനിടയായ ഒരു സാഹചര്യം, അതൊന്ന് വിശദമായി. സംഗീത, ഇക്കാര്യത്തിൽ വളരെ കാലമായി തന്നെ പ്രദേശവാസികൾ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. അവർ പ്രത്യക്ഷ സമരങ്ങൾ നടത്തുന്നുണ്ട്, പരാതികൾ നൽകുന്നുണ്ട്, നിവേദനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ പരിഹാരമാകുന്നില്ല എന്നതാണ് അവരുടെ പ്രശ്നം. ഇന്നിപ്പോൾ അവർ ആ വിഷയം ഉയർത്തിക്കാണിച്ച് മുന്നോട്ട് വച്ച ഏറ്റവും പുതിയ ഒരാവശ്യം, അത് ആ അംഗനവാടി കരിയാട് എന്ന് പറയുന്ന ഈ മലിനജലം ഒഴുകിയെത്തുന്ന പ്രദേശത്ത് സ്ഥാപിക്കരുത് എന്നതായിരുന്നു. അവർ പറയുന്ന കാരണം, തങ്ങളുടെയൊക്കെ വീടുകളിലും ഈ പരിസരത്തുള്ള മറ്റ് കിണറുകളിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഡയാലിസിസ് സെന്ററിൽ നിന്ന് ഒഴുക്കിവിടുന്ന മലിനജലം എത്തുന്നുണ്ട്. അതിന്റെ ബുദ്ധിമുട്ട് തങ്ങളെല്ലാം അനുഭവിക്കുകയാണ്. വെള്ളം കുടിക്കാനോ കുളിക്കാനോ എന്തെങ്കിലും ഒരാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. 3ഓളം വീടുകളിൽ നിന്ന് ആളുകൾ അവിടെ ഒഴിഞ്ഞുപോയി കഴിഞ്ഞു. ഇതൊക്കെ ആയിട്ടും ഈ ഡയാലിസിസ് സെന്റർ അവിടെ നിന്ന് മാറ്റാൻ നടപടിയില്ല. നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മാസങ്ങളായി ഇത്തരത്തിൽ ഈ വിഷയത്തിൽ അവിടെ പ്രതിഷേധം നടക്കുന്നുമുണ്ട്. എം.എൽ.എ. ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി തവണ പരാതി നൽകി, പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. ഡയാലിസിസ് സെന്റർ ഇപ്പോഴും ഈ അഭയ എന്ന് പറയുന്ന ഡയാലിസിസ് സെന്റർ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നു. ശരി നിഖിൽ, വ്യക്തമാണ് കാര്യങ്ങൾ. എന്താണെങ്കിലും എം.എൽ.എക്ക് നേരെയുള്ള കയ്യേറ്റ ശ്രമത്തിന്റെ ദൃശ്യങ്ങളാണ് അത് പുറത്തേക്കെത്തിയത്. നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.